തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലിൽ ഒന്നാണ് ജനറൽ ഹോസ്പിറ്റൽ. 100 കണക്കിന് രോഗികളെ കൊണ്ടുപോകുന്നൊരു വഴി. ഈ അവസ്ഥ വന്നിട്ടും 2 മാസമായി. അവസ്ഥ ആൾക്കാർക്ക് വരാനും പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വ്യാപാരികളെയൊക്കെ ഇത് ബാധിച്ചിരിക്കുകയാണ്. അവർക്ക് കച്ചവടമൊന്നുമില്ല. യാത്രാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു 10 പൈസയ്ക്ക് പിടിക്കും. ഈ റോഡ് ഇങ്ങനെ പൊളിച്ചിട്ടിട്ട് മാസം എത്രയായി? മനുഷ്യർക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. അല്ല, ഇത് ചെയ്യേണ്ട രീതിക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ശല്യം ജനങ്ങൾക്ക് വരില്ല. ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഇത്രയും ഈ അവസ്ഥയാണെങ്കിൽ മറ്റുള്ള റോഡുകളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാനേ. ഇവിടെ റോഡല്ല തകർന്ന് കിടക്കുന്നത്, ഇവിടെ ജീവിതം തകർന്ന് കിടക്കുകയാണ്. ഇത്രയും നൈറ്റ് അവര് 24 ഹവറും പണി ചെയ്യുമെന്ന് പറഞ്ഞ് രാത്രി ഇടയ്ക്കിടയ്ക്ക് പണിയുണ്ട്. ഞായറാഴ്ച റെസ്റ്റ് ചോദിക്കുമ്പോൾ തൊഴിലാളിക്ക് റെസ്റ്റ് വേണ്ടെന്ന് പറയും. രാവിലെ 9 മണിക്ക് കട തുറന്നിട്ട് ഇതുവരെ കൈ നീട്ടാൻ പറ്റില്ല. പറഞ്ഞ വിശ്വസിച്ച് കൈ നീട്ടാൻ പറ്റില്ല. 12:30 മണി. അതാണ് അവസ്ഥ. ഇവിടെ ജീവിക്കാൻ സാധാരണക്കാരനും പാവപ്പെട്ടവനൊന്നും ജീവിക്കാൻ ഒക്കില്ല. ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടു മുന്നിലെ പ്രധാന റോഡാണിത്. പൊളിച്ചിട്ടിട്ട് 2 മാസമായെന്ന് വ്യാപാരികൾ. വികസനം അത്യാവശ്യമാണ്, എന്നാൽ ജനത്തിൻ്റെ ദുരിതത്തിനും പരിഹാരം വേണ്ടേ? ജനാഭിപ്രായങ്ങളിലേക്ക്. ഒത്തിരി വ്യാപാരികളും ഈ സെക്രട്ടേറിയറ്റിലെത്തുന്ന 100 കണക്കിന് പേര് ആശ്രയിക്കുന്ന ഒരു റോഡാണിത്. ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇത് രണ്ടിലുപരി 1-2 വേറെ കാര്യം കൂടി പറയാനുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലിൽ ഒന്നാണ് ജനറൽ ഹോസ്പിറ്റൽ. 100 കണക്കിന് രോഗികളെ കൊണ്ടുപോകുന്നൊരു വഴി. സെൻറ്റ് ജോസഫ് സ്കൂള്, ഹോൾ ഇന്ത്യ സ്കൂളിൻ്റെ 2 സ്കൂള്, അങ്ങനെ 10,000 കുട്ടികൾ ഈ യാത്ര ചെയ്യുന്ന റോഡാണ്. ഈ അവസ്ഥ വന്നിട്ടും 2 മാസമായി. ഇന്നതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉദ്യോഗസ്ഥർ പോലും ഇവിടെ വന്ന് നോക്കി എന്താണെന്ന് ഈ സെക്കൻഡ് വരെ സന്ദർശിച്ചിട്ടില്ല. ഇവിടുത്തെ കച്ചവടക്കാരുടെ വല്ലാത്തൊരവസരം മഹാദുരിതത്തിലായി നിൽക്കണം. ഈ 2ാം കോവിഡ് എന്ന് തന്നെ പറയാം ഈ ഒരു അവസ്ഥ. ആരെങ്കിലും ഒരാൾ വന്ന് ഇവിടെ 1 മണിക്കൂർ നിന്നറിയാം. ഇത്രയും സമയമായിട്ട് കൈനീട്ടം പോലും വിറ്റിട്ടില്ല. അതേ അവസ്ഥയിലാണ് ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകണം. പക്ഷേ ഇത് ആരെടുത്ത് പരാതി പറയാൻ, നമ്മളെ വിഷമങ്ങൾ ആരെടുത്ത് പറയാൻ ഒരവസ്ഥയില്ല. ഇത് ശരിക്കും എത്ര ദിവസമായി ഇങ്ങനെ റോഡ് പൊളിച്ചിട്ട്? 2 മാസം അടുപ്പി, 1.5 മാസമായി. 1.5 മാസം കഴിഞ്ഞു. 48-50 ദിവസമായി. ഇത് തന്നെ അവസ്ഥ. ഇതിനിടയ്ക്ക് 5 ദിവസം ഈ ഓടയായിട്ട് ബന്ധപ്പെട്ട് പൊളിച്ച പിന്നെ അന്ന് ഈ പരിസരത്തുള്ള ആരും കട തുറന്നില്ല. തൊട്ടടുത്തൊരു ബേക്കറി പോലത്തെ ചെറിയ കുറച്ച് സാധനം വെച്ചിട്ട് ഒരു സൗകര്യം നിൽക്കുന്നു. അവന് കൈനീട്ടം വിറ്റിട്ട് ദിവസങ്ങളാണ്. അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് അധികാരികൾ എന്താണ്, നിങ്ങൾ അധികാരികളുടെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നത്? ഒരു ദിവസം കളക്ടറിൻ്റെ അധ്യക്ഷതയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോൾ വ്യാപാരി വ്യവസായ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ നേതാക്കളും പോയി സംസാരിച്ചു. അവരിത് എത്രയും പെട്ടെന്ന് തീർത്തുതരാമെന്നും അതോടനുബന്ധിച്ച് ഡിസംബർ 12-ന് മുമ്പ് താഴെ നിന്നുള്ള റോഡ് സ്ലാബെങ്കിലിട്ട് കാൽനട യാത്രക്കാർക്കുള്ള സഞ്ചാരയോഗ്യമാക്കി തരാമെന്ന്. അതുപോലും ഇന്ന് 12, അടുത്ത 12-ആണ്. 1 മാസം കളക്ടറിൻ്റെ അധ്യക്ഷതയിലിരുന്ന് പറഞ്ഞിട്ട് പോലും ആ റോഡ് പോലും ശരിയായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്. അങ്ങനെയും പറയാം. അങ്ങനെയും പറയാമെന്നല്ല, അതും ഒരു ഭാഗമാണ്. നല്ല അവർ വന്ന് സന്ദർശിച്ച് അവർക്കൊരു ഘട്ടമായിട്ട് ഒരു ഡേറ്റ് കൊടുക്കുക. ഇത്ര ദിവസത്തിനകത്ത് നിങ്ങൾ തീർത്ത് കൊടുക്കണം, ഇന്ന ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ പറയാം. അതൊന്നും അവർ നോക്കുന്നില്ല. അവർക്കൊന്നും അതിന് സമയമില്ലായിരിക്കും, അല്ലെങ്കിൽ റോഡ് മറന്നായിരിക്കും. അല്ല, കച്ചവടം മൊത്തം ഇല്ലാതിരിക്കാനല്ലേ? പിന്നെ നിങ്ങൾ കാണാനില്ലേ ഇത്ര സമയം നിന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും നോക്കാൻ പോലും വന്ന കൈനീട്ടം വിറ്റതെന്ന് പറയില്ലേ. 9 മണിക്ക് ഞാൻ തുറന്ന കടയാണ്. ഇല്ല, ഒരു രക്ഷയില്ല. കാൽനട യാത്രക്കാർക്ക് പറ്റുന്നില്ല. കാൽനട യാത്രക്കാർക്ക് പോലും പറ്റാത്തൊരവസ്ഥ. രാവിലെ 9 മണിക്ക് കട തുറന്നിട്ട് ഇതുവരെ കൈ നീട്ടാൻ പറ്റില്ല. പറഞ്ഞാൽ വിശ്വസിച്ചു കൈ നീട്ടാൻ പറ്റില്ല. 12:30 മണിയായി. അതാണ് അവസ്ഥ. എൻ്റെ അവസ്ഥ ആൾക്കാർക്ക് വരാനും പോകാനും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടാണെന്ന് പറയും. എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ.
എത്ര കാലമായി ഇത് ഇങ്ങനെ പൊളിച്ചിട്ടിട്ട്? ഇതിപ്പോൾ 1.5 മാസമായി. ബിസിനസ് ഒന്നും ഇല്ല ഇവിടെ? ഒന്നുമില്ല. നടക്കാൻ ഇവിടെ ഇതുവഴി യാത്ര ഒക്കെ വാഹനയാത്ര ഒന്നുമില്ല? ഒന്നുമില്ല. എല്ലാവരും ബുദ്ധിമുട്ടില്ല? എല്ലാം ബുദ്ധിമുട്ട്. നിങ്ങൾ കാണാനില്ല ഇതാ ഇങ്ങനെ വണ്ടി പോകാനേ പറ്റുന്നില്ല. പിന്നെന്ത് പാർക്കിംഗ്. കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട്? അവർക്കും ഭയങ്കര പൊടിശല്യം. അവർ ഒരു 3 മാസമൊക്കെയാണ് പറയുന്നത്. 3 മാസം നമ്മൾ സഫർ ചെയ്തേ പറ്റൂ. അതല്ല പ്രശ്നം. നമ്മൾക്ക് ഈ വാടകയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു രക്ഷയില്ല. ആരും വരുന്നില്ല അങ്ങോട്ട്? പണിക്കാരൊക്കെ അങ്ങനെ വരുന്നൊന്നുമില്ല. ആള് വരുന്നേയില്ല. ആൾക്കാർക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ സ്കൂളിൻ്റെ ഗൈഡും കാര്യങ്ങളും ഒക്കെയാണ്. ഇനിയിപ്പോൾ മാർച്ച് ആകുമ്പോൾ എക്സാം തുടങ്ങും. പക്ഷെ അതെല്ലാം അതുപോലെ എടുത്തു വെച്ച ബുക്കുകളെല്ലാം അതുപോലെ ഇരിക്കുകയാണ്. ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുള്ള ഒരു റോഡാണ്. അത് പോയിട്ട് പ്രധാനമായിട്ടും തൊട്ടപ്പുറത്തെ ഒരു ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന റോഡാണ്. ആ റോഡിന് ഇത്രയും സാവധാനത്തിലുള്ള പണി മതിയാവും? സാവധാനം പോരാ. ഇത് വളരെ സ്പീഡിൽ ചെയ്യേണ്ട ഒരു വർക്കാണ്. പക്ഷേ അത് ഭയങ്കര സ്ലോ ആണ്. എന്നാലും പണി നടക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും പോരാ. കച്ചവടക്കാരെ ബാധിച്ചിട്ടുണ്ട്? ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. വ്യാപാരികളെയൊക്കെ ഇത് ബാധിച്ചിരിക്കുകയാണ്. അവർക്ക് കച്ചവടമൊന്നുമില്ല. അപ്പോൾ അവിടെ സ്റ്റാഫിനെയൊക്കെ നിർത്തിയാണ് അവർ ഹോട്ടലൊക്കെ ചെയ്യണത്. അപ്പോൾ അവർക്കൊന്നും ഇപ്പം ജോലിയില്ലാത്ത അവസ്ഥയാണ്. കുറേ പേരെല്ലാം ഇവിടെ നിന്ന് നിർത്തിയിട്ട് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയിരിക്കും. ഒരു ഐറ്റം തന്നെ. യാത്രാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു 10 പൈസയ്ക്ക് ഇവിടെ ഇല്ല. അല്ല, ഇത് ചെയ്യേണ്ട രീതിക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ശല്യം ജനങ്ങൾക്ക് വരില്ലായിരുന്നു. അതായത് ഇപ്പം ഇവർക്ക് ചെയ്യേണ്ട രീതിയിൽ സാധനം വാർത്ത് വേറൊരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് ഒരു സൈഡിൽ 100 മീറ്റർ 200 മീറ്റർ പൊളിച്ച് സെറ്റ് ചെയ്ത് അതിനെ മാറ്റി അതിനൊരു 100 മീറ്റർ 200 മീറ്ററിൽ ഒരു മാനുവൽ വല്ല ഉണ്ടാക്കി അതിൽ കൂടെ ചെയ്യാവുന്ന രീതിയിൽ ഇതെല്ലാം ചെയ്തിരുന്നെങ്കിൽ ഈ ജനത്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിൻ്റെ പകുതി പൈസ പോലും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ഇവർ ചെയ്തത് മൊത്തം പൊളിച്ചടക്കി. ഇത് എന്ത് വികസനമാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇതിപ്പോൾ തീരാൻ എങ്ങനെ വല്ല ഒരു 6 മാസം ഇല്ലാതെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഉള്ളവരല്ല, വെള്ളം പോലും കറക്റ്റ് കട്ട് ചെയ്തിട്ടുള്ള സംവിധാനമുള്ളത്. 5-6 ദിവസം വെള്ളം പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവർ ഓരോ പണി നടക്കുമ്പോഴും ഈ വെള്ളം കട്ട് ചെയ്യും. കാരണം എല്ലാ ഓടിക്കിലേക്കും പോണ മാനുവലായാലും ഡ്രെയിനേജ് ആയാലും എല്ലാ സാധനം കട്ട് ചെയ്തിരിക്കുകയാണ്. ഈ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും എല്ലാ വീട്ടുകാർക്കും കടക്കാർക്കും എല്ലാവർക്കും ഇത് എഫക്റ്റബിളാണ്. ഇപ്പം തന്നെ വെള്ളമില്ലാത്തതുകൊണ്ട് 3 ദിവസം ആ ചായക്കട അടച്ചിട്ടു. അവർക്ക് ഇപ്പം എന്നിട്ട് അതിനെ കണക്ട് ചെയ്യിപ്പിച്ചിട്ട് വെള്ളം എടുത്തു. ഇപ്പം നാളെ ഇതിൻ്റെ പണി ഇവിടെ വെച്ച് പിന്നെയും തുടങ്ങുമ്പോൾ വീണ്ടും പാർക്കലൊക്കെ തുടങ്ങുമ്പോൾ ഇത് കട്ട് ചെയ്യും. അപ്പോൾ വീണ്ടും 10 ദിവസത്തേക്ക് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളമില്ല എന്നുള്ള അവസ്ഥ പോട്ടെ, ഇത് വെള്ളം ഇല്ലാതിരിക്കുക എന്നുള്ളത് ജനത്തിൻ്റെ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൽ ചിലപ്പോൾ വെള്ളമില്ലെങ്കിൽ ഇല്ലാതിരിക്കും. തിരിച്ചവരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ എന്ത് സംവിധാനം ചെയ്യാൻ പറ്റും ഇവിടെ? ഇപ്പോൾ ആ മുടിക്കിനകത്ത് നിങ്ങൾക്ക് ഇത് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അതിനകത്തേക്ക് വെള്ളം കൊണ്ടുപോകണം. അതിനകത്തൊരു 10 ഫാമിലി ഉണ്ട്. ഈ 10 ഫാമിലിക്ക് അപ്പുറത്തേക്ക് റോഡില്ല, ഇതേ ഉള്ളു വഴി. അപ്പോൾ ഇതിൽ കൂടെ അവരെങ്ങനെ വെള്ളം കയറ്റിക്കൊണ്ടുപോകും? ഇപ്പം തന്നെ ഈ ഹോട്ടലിന് വെള്ളമില്ല. അവർക്ക് വെള്ളം വേണമെന്ന് വെച്ചാൽ അവർ കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വണ്ടിയിലല്ല, കാൽനടയാണെങ്കിലും ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ റോഡ് ക്ലോസ് ചെയ്ത് ഏതെങ്കിലും വെള്ളം കൊണ്ടുപോകാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കിയിട്ടൊരു കൺസ്ട്രക്ഷൻ വർക്കാണെങ്കിൽ ഒരു കുഴപ്പവും നമുക്ക് ആർക്കും തോന്നിക്കില്ല. വരണം തന്നെ ഒരു എനിക്ക് പറഞ്ഞ ഒരു എൻജിനീയറിംഗ് ബുദ്ധി ഇതിനകത്ത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞത് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്, യാത്രാ സ്വാതന്ത്ര്യം പോലും ഇല്ല. ഇപ്പം മനുഷ്യന് സാധാരണ ജനത്തിന് ഒരു യാത്രാ സ്വാതന്ത്ര്യം കൊടുക്കേണ്ട അത്യാവശ്യമില്ലേ? ഇപ്പം തന്നെ അപ്പോൾ ഇതിപ്പോൾ പൊളിച്ചിട്ടിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഞാനെല്ലാം കൂടി ബലം പിടിച്ചാണ് ഈ പല കിട്ടത്. അല്ലെങ്കിൽ നമ്മുടെ കടയക്കാരൻ നിർത്തിയില്ല. അതാണ് അവസ്ഥ. ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഈ ഫ്രണ്ടിൽ ഈ റോഡ് ഇങ്ങനെ പൊളിച്ചിട്ടിട്ട് മാസം എത്രയായി? മനുഷ്യർക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ. ഇഴഞ്ഞാണ് ഇവിടുത്തെ വർക്കുകൾ ചെയ്യുന്നത്. 2-3 പ്രാവശ്യം ഞാൻ പല ആവശ്യങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് മറിഞ്ഞ് വീഴാനൊക്കെ പോയതാണ്. ശരിക്കും പറഞ്ഞാൽ സാറിനെ പോലുള്ള ഒരാൾക്ക് നടക്കാനും ബുദ്ധിമുട്ട്, നമുക്ക് നടക്കാനും ബുദ്ധിമുട്ടാണ്. അതെ. അപ്പോൾ ആ സ്ഥിതിക്ക് ഈ ഇവിടെ മന്ത്രിമാരൊക്കെ നേരെ ഇരുന്നിട്ട് പോലും ഇതിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ സ്റ്റാച്യു ജനറൽ ഹോസ്പിറ്റൽ റോഡ് ഇതുവരെയ്ക്കും പൂർത്തിയാകാതെ കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. ബാക്കി എല്ലാവരുടെ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കുകയാണ്. ഇവിടെ ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെയധികം ഇങ്ങനെ ഇഴഞ്ഞ് ആമ ഇഴയും പോലെയാണ് ഇവിടുത്തെ ജോലികളെല്ലാം നടക്കുന്നത്.
വളരെയധികം ദുഃഖമാണ്, വളരെ പ്രയാസമാണ്. കാര്യം ഇവിടുത്തെ അവസ്ഥ, പ്രത്യേകിച്ച് ഈ റോഡുകളുടെ അവസ്ഥയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാര്യം വാഹന അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി കാൽനട യാത്രക്കാർക്കാണ് ഏറ്റവും വലിയ ദുരിതം. വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഗവൺമെൻറ് എത്രയും വേഗം ഇതിൻ്റെ വർക്കെങ്കിലും തീർക്കാൻ നോക്കണം. ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും ഈ അവസ്ഥയാണെങ്കിൽ മറ്റുള്ള റോഡുകളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാനേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കണം. ഇവിടുത്തെ മുഖ്യമന്ത്രി ആയാലും മറ്റ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായാലും ഇത് മനസ്സിലാക്കണം. ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഈ റോഡിൻ്റെ അവസ്ഥ എത്രയും വേഗം ഇതിൻ്റെ വർക്ക് തീർക്കാൻ നോക്കുക. സാറേ, ഈ പണിയെല്ലാം വെക്കേഷൻ സമയത്തൊക്കെ ചെയ്യാം. സ്കൂളും കോടതിയും ഒന്നും ഇല്ലാത്ത സമയത്ത് അവർക്ക് ചെയ്യാവുന്നുള്ളേ ഉള്ളൂ. ഒരു മാസം കൊണ്ട് ചെയ്യണത് ഒരു 10 പേരെ ചെയ്യണം, 30 പേരെ നടത്തി 1-2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാം. ഇത് ഇവിടെ ഒന്നുമില്ല. ഇവിടെ റോഡല്ല തകർന്ന് കിടക്കുന്നത്, ഇവിടെ ജീവിതം തകർന്ന് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ ജീവിതം തകർന്ന് കിടക്കുകയാണ്. ഈ ഗവൺമെൻറ്റും മേലെ ഇരിക്കുന്ന ഗവൺമെൻറ്റും ജനങ്ങളെ ചവിട്ടി അരക്കുകയാണ്. ഒരിടത്തും ഒരു നീതിയും കിട്ടില്ല. നമ്മൾ എവിടെ പോയത്? എനിക്ക് ഗ്രീവൻസ് ഉണ്ട്. മുഖ്യമന്ത്രിയുടെ മുമ്പേ ഞാൻ പോയില്ല, എനിക്ക് തരൂല എന്നറിയാം. കാരണം വലിയ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ റോഡല്ല, ഇവിടെ ജീവിതമില്ല. ഇവിടെ ജീവിക്കാൻ സാധാരണക്കാരനും പാവപ്പെട്ടവനൊന്നും ജീവിക്കാൻ ഒക്കില്ല. അല്ലടയാ, ഞാൻ പറഞ്ഞില്ലേ, സ്കൂളും ഓഫീസും ഇല്ലാത്ത വെക്കേഷൻ സമയത്തെ ചെയ്യാമല്ലോ. 30 ദിവസം കൊണ്ട് ചെയ്യണത് 3 ദിവസം കൊണ്ട് ചെയ്യാമല്ലോ. ആളുകളെ കൂടുതൽ നടത്തിയാൽ പോരെ, എക്യുപ്മെൻറ്റ്സ് കൂടുതൽ വെച്ചാൽ പോരെ. രാത്രി ചെയ്യാം. യുദ്ധകാലാടിസ്ഥാനത്തിൽ 10 പേരെ നടത്തണം, 30 പേര് നടത്തണം. ഓരോരോ പാട്ടായിട്ട് ഇത് കമ്പൈൻ ചെയ്യണം. ഇതിങ്ങനെ ഒരിടം തോണ്ടും ഒരിടത്തും ഇടിക്കും. ഇനി എന്താണ്? ഇനിയിപ്പോൾ ഇത് എടുത്തിട്ട് ഫുട്പാത്ത് വെച്ചാലോ? ഫുട്പാത്ത് വെച്ചല്ല, കാൽനടക്കാർക്ക് ഇത് കിട്ടൂല, എല്ലാം കച്ചവടക്കാർക്കാണ്. അവർക്ക് ഒത്താശ ചെയ്യാണ്. ഇവിടുത്തെ യൂണിയൻകാരും പാർട്ടിക്കാരൊക്കെ തന്നെയാണ് അവരെ കൊണ്ടിരുത്തുന്നത്. എല്ലാം ഗുണ്ടകളാണ്. അവരുടെ കടകടയിൽ ചെന്ന് പോടാ എന്ന് പറയും. പ്രായം നോക്കില്ല, തരം നോക്കില്ല, ഒന്നും നോക്കില്ല. നിങ്ങൾ കിഴക്കേക്കോട്ടയൊക്കെ ചെന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കോർഡിനേഷൻ ഇല്ല. ഈ കളക്ടറായിട്ടുള്ള മീറ്റിങ്ങിലും ഇതിനു മുമ്പ് സ്മാർട്ട് സിറ്റിയുടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള മീറ്റിങ്ങിൽ പറഞ്ഞത് ഇനി 24 അവർ വാട്ടർ സപ്ലൈ കൂടെ കാണും, ഡ്രെയിനേജ് കൂടെ കാണും, ഇലക്ട്രിസിറ്റി കൂടെ കാണും. ഇതെല്ലാം പറഞ്ഞാണ് വർക്ക് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വ്യാപാരികൾ സഹായിച്ചത്. പക്ഷേ ഇവരുടെ ഭാഗത്തുനിന്ന് പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാളെയാണ് വാട്ടർ അതോറിറ്റി വരുന്നത്. ഇവർ കോൺട്രാക്റ്റ് വാട്ടർ അതോറിറ്റി പറയും, വാട്ടർ അതോറിറ്റി ഡ്രെയിനേജിൻ്റെ പറയും, അവർ ഇലക്ട്രിസിറ്റി പറയും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറയുന്നത് ഇതിന് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യാപാരം. ഒരു കാര്യം സാറേ, ഇതിനകത്ത് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ ഒരു റോഡാണ്, ഏറെ ജനത്തിരക്കേറിയ റോഡാണ്. അപ്പോൾ വ്യാപാരികളുടെ പ്രശ്നം ഒരു പ്രധാന പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണ്. മാത്രമല്ല, ജനറൽ ഹോസ്പിറ്റലിലുള്ള കണ്ണാശുപത്രിയിലുള്ളത് സെൻറ്റ് ജോസഫ് ഹോളിഞ്ചേഴ്സ്, ഈ 2 സ്കൂളിലും ആയിരക്കണക്കിന് കുട്ടികൾ പോകുന്ന ഏക റോഡാണത്. അപ്പോൾ ഇതൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട റോഡിന് ഇത്രയും നൈറ്റ് അവർ 24 അവറും പണി ചെയ്യുമെന്ന് പറഞ്ഞാൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് പണിയുണ്ട്. ഞായറാഴ്ച റെസ്റ്റ് ചോദിക്കുമ്പോൾ തൊഴിലാളിക്ക് റെസ്റ്റ് വേണ്ടെന്ന് പറയും. അപ്പം ഓക്കെ, തൊഴിലാളി റെസ്റ്റ് എടുക്കട്ടെ, എന്നാലും ഷിഫ്റ്റ് വെച്ച് ചെയ്യണിക്കണ്ടേ? അതൊന്നും ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എത്ര ദിവസത്തെ കാലാവധി പറഞ്ഞാണ് അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 5ആണ്. ഈ പോക്ക് കണ്ടിട്ട് മാർച്ച് 5 തീരുന്ന ലക്ഷണം തോന്നുന്നില്ല. അതായത് 1.5 മാസത്തിൽ കൂടുതലായി സെൻറ്റ് ജോസ് സ്കൂളിൻ്റെ അത് മുതൽ സിറ്റി സ്റ്റേഷനിലുള്ള വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം 200 മീറ്ററാണ് ഓട വർക്ക് തന്നെ തീർന്നത്. അതും സ്ലാബൊക്കെ കിടപ്പുണ്ട്, ഇനി പൈപ്പ് ഇടാനുണ്ട്. അപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ ഈ റോഡ് കുടിക്കുന്നതിനനുസരിച്ച് വാട്ടർ അതോറിറ്റി പൊട്ടുന്നുണ്ട്, അത് അവർ റെക്ടിഫൈ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഹോട്ടലുകൾക്കൊന്നും മൊത്തത്തിൽ കച്ചവടം ഇല്ല. ചില കടകളിൽ 500 രൂപയ്ക്ക് പോലും വിൽക്കുന്നില്ല. ഇപ്പം കണ്ട റോഡ് ബ്ലോക്ക് ചെയ്ത് പണി കഴിഞ്ഞ് രാത്രിയാണ് കല്ല് മാറ്റാനുള്ളത്. അവർ രാത്രി മാറ്റാനുള്ള ഇതാണ്, പണി കഴിഞ്ഞ് രാത്രി കല്ല് മാറ്റണം. അപ്പോൾ അവർ പറഞ്ഞാൽ വണ്ടി കിട്ടണില്ല, അത് കിട്ടണം. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ വ്യാപാരികളുടെ അല്ല, യാത്രക്കാരുടെ ആയാലും മൊത്തത്തിൽ അവരുടെ പ്രശ്നം. അവർ യാത്ര ആയാലും വ്യാപാരിയാക്കാലും എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ്, യാത്രക്കാർക്ക് വഴി പോകാനുള്ളതാണ്, പൊതുജനങ്ങൾക്ക്. പക്ഷേ ഇത് പണി തീർന്നാൽ രാത്രി തന്നെ കല്ല് മാറ്റലാണ്. അവർ രാവിലെ വർക്ക് ചെയ്യുന്ന പീക്ക് ടൈമിനാണ് വണ്ടി കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് മാറ്റും. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വ്യാപാരി വ്യവസായികൾ ശ്രദ്ധ എല്ലാവർക്കും കൊടുത്ത കളക്ടറായിട്ട് മീറ്റിംഗ് വെച്ച് മന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നുണ്ട്. പക്ഷേ നിവേദനത്തിൻ്റെ കാര്യമില്ല, അത് പറഞ്ഞ് ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കണം. നമ്മളതിനെ കളക്ടർ ഇത് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥർ ഒന്ന് പറയും, വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഉണ്ട്. പിന്നെ ആർക്കും സാധാരണക്കാരെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നില്ല. ഫുള്ള് ഞാൻ അടച്ചിട്ടാലേ ഞാൻ പണികളെന്ന് കോൺട്രാക്ടർ പറയുന്നു.
ഇവർ പറയുന്നത് ഞങ്ങൾക്ക് സൗകര്യം ഒതുക്കി തന്നെ നമ്മൾ എല്ലാവരും സൗകര്യം ഒതുക്കി തന്നെ ഇവർ സൗകര്യം ഒതുക്കി അവസാനം കമ്പി ഇടാനും ഷീറ്റൊക്കെ കൊണ്ടിടാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇത്രയും സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അവർ ഓരോ വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് എൻ്റെ ഭാഗത്ത് ഞാൻ ഇത്രയും സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വർക്ക് പെട്ടെന്ന് തീരാനായിട്ട് ഇതീ കൂട്ടിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബാക്കി അവരാണ് പെട്ടെന്ന് തീർത്ത ഒരാളാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രധാന റോഡിലെ പരിഭവങ്ങളാണ് നാം കേട്ടത്. തൊട്ടടുത്ത് ജനറൽ ഹോസ്പിറ്റലിലേക്കുള്ള പ്രധാന വഴിയുമാണിത്. ഇവിടെ വികസനത്തിനായി പൊളിച്ചിട്ടിട്ട് ആഴ്ചകളായി, ദുരിതങ്ങളും ഏറെ. എന്നാൽ വ്യാപാരികളും ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുവെന്ന് പറയപ്പെടുന്നു. ഈ ദുരിതത്തിന് പരിഹാരം എന്ന് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.